ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇപ്പോൾ നമ്മുടെ കേരളയിൽ ഓൾമോസ്റ്റ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസൺ കഴിഞ്ഞു. അതായത് ഏപ്രിൽ ടു സെപ്റ്റംബർ അല്ലെങ്കിൽ ഏപ്രിൽ ടു നവംബർ ഒക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവറിങ്ങും ഫ്രൂട്ട് സീസണും. ഇപ്പോൾ ഓൾമോസ്റ്റ് സീസൺ കഴിഞ്ഞ കാരണം നമുക്ക് ഈ പ്ലാന്റിനെ അതിൻ്റെ കട്ടിങ്സ് ആക്കണം. അതായത് ശിഖരങ്ങൾ മുളച്ച് വന്നേക്കുന്നത് കട്ട് ചെയ്ത് പീസാക്കി മാറ്റണം. മാക്സിമം എല്ലാവരും വീട്ടിൽ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോപ്സിൽ നിന്ന് മേടിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനെക്കാട്ടും മച്ച് ടേസ്റ്റിയർ ആയിരിക്കും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് നാച്ചുറലായിട്ട് വളർത്തുമ്പോഴും കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴും അതിന് ഇത്തിരി കൂടി ഹെൽത്തിയറായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റിയും ആയിരിക്കും. പലവരും ഡ്രാഗൺ ഫ്രൂട്ട് ഷോപ്സിൽ നിന്ന് മേടിച്ചിട്ട് കഴിച്ചിട്ട് വാട്ടറി ടേസ്റ്റാണ്, ചിലർ പറയും ലൈറ്റായിട്ടുള്ള പച്ചവെള്ള ചൊവ്വയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഡ്രാഗൺ ഫ്രൂട്ടിന് അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ല, ഇത്തിരി കൂടി മധുരം കൂടുതലായിരിക്കും. സീസണൽ ആൻഡ് ടൈം വേരിയേഷനിലും ടേസ്റ്റിനും വ്യത്യാസം വരും. ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രസ്സിങ് ചെയ്യുന്ന ടൈമിന് കയ്യിൽ ഒരു ഗ്ലൗവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള ഒരു ക്ലോത്തോ യൂസ് ചെയ്യണം നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ മുള്ളിൽ നമുക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ, ഭയങ്കര ഷാർപ്പായിട്ടുള്ള മുള്ളാണ്. മാത്രമല്ല ഭയങ്കര പെയിൻഫുള്ളായിരിക്കും കൊണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ കട്ട് ചെയ്യണത്. ഞാൻ തന്നെ കട്ട് ചെയ്തതാണ്, കുറേ മുള്ളൊക്കെ കൊണ്ടു, നല്ല പെയിൻഫുള്ളായിരുന്നു. പിന്നെ പ്ലാന്റിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ബോൺസായൊക്കെ വളർത്തുമ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ചെറിയ ചെറിയ അടിയിൽ നിന്നൊക്കെ വന്ന ശീലങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇതിപ്പോൾ മോർണിംഗ് ഞാൻ വന്നിട്ട് വീഡിയോ എടുത്തതാണ്, കാരണം രാത്രി ആയിരുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റായി. മോർണിംഗ് വന്നിട്ട് ഞാൻ ഡ്രസ്സിങ് കഴിഞ്ഞ് വീഡിയോ എടുത്തതാണിത്. പ്ലാന്റ് ഇപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ പ്ലാന്റ് ഹെൽത്തി ആവണമെങ്കിൽ കമ്പോസ്റ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ പ്ലാന്റിൽ പ്രൊഡക്ഷൻ കൂടി കിട്ടുള്ളൂ. നമുക്ക് ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സ് എന്ന നമ്മുടെ ഒരു കസിനാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ്. ആവശ്യമുള്ള ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ വീഡിയോയും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ഇടണം.